ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല തിക്കായിട്ടുള്ള തേങ്ങ ചേർക്കാത്ത ഒരു ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് അവസാനം ഒരു സ്പെഷ്യൽ സാധനം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുക്കാതെ നിലക്കടല ഇതുപോലെ തൊലിയോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നിലക്കടലയും വറ്റൽമുളകും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. കുറച്ചു നേരം ഒന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നിലക്കടലയുടെ കളറൊക്കെ മാറി അത് ചെറുതായി ഒന്ന് പൊട്ടി തുടങ്ങും. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. കാണാം, നിലക്കടലയുടെ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായി എണ്ണത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചില ആൾക്കാർ നിലക്കടല ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിലക്കടല ആദ്യം വേറെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് ഇതുപോലെ ഒരുമിച്ച് ചെയ്തിട്ടും ടേസ്റ്റിലൊന്നും ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതാവുമ്പോൾ പണിയും കുറച്ച് എളുപ്പമാണ്. അപ്പോൾ സവാളയും വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നിലക്കടല ചേർത്തുണ്ടാക്കുന്ന ചട്നി ആയതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ഒട്ടും ചേർക്കാതിരുന്നിട്ടും നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ നല്ല തിക്കായിട്ടുള്ള ചട്നി കിട്ടുന്നത്. അപ്പോൾ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ സാമ്പാർ പൗഡറാണ്. ഈ ഒരു സാമ്പാർ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ചട്നിക്ക് നല്ലൊരു ടേസ്റ്റും അതേസമയം നല്ലൊരു മണവും കൊടുക്കും. ഇനി ഈ ചേർത്ത് കൊടുത്ത പൊടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത സാധനങ്ങളൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രമേ ഇപ്പോൾ അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ചട്നി നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക്. നമ്മൾ സാമ്പാർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു നിലക്കടലയുടെ ടേസ്റ്റ് അധികം അങ്ങ് എടുത്ത് നിൽക്കുന്നുമില്ല. അതേസമയം നല്ല ടേസ്റ്റ് ഉണ്ട് താനും. നിങ്ങൾക്കിപ്പോൾ കാണാം, നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ടാണ് ഈ ഒരു ചട്നി ഉള്ളത്. അതുമാത്രമല്ല നിലക്കടല നന്നായിട്ട് ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് ഈ ഒരു ചട്നി. നിലക്കടല എല്ലാവർക്കും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ചട്നി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.